ഇമോഷൻസിനും സെന്റിമെന്റ്സ് സീനുകൾക്കും സിനിമയിൽ ചിലപ്പോൾ പ്രാധാന്യം ഉണ്ടായേക്കാം മിസ്റ്റർ അർജുൻ. പക്ഷേ കോടതിയിൽ വേണ്ടത് എവിഡൻസ് ആണ്. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായ എവിഡൻസിന്റെ പുറത്താണ് ഞാൻ പറയുന്നത്. അല്ലാതെ ശൂന്യതയിൽ നിന്നും കഥയുണ്ടാക്കി പറയുന്നതല്ല. സിനിമയിലായാലും ജീവിതത്തിലായാലും മനുഷ്യരുടെ സങ്കടങ്ങൾക്കെല്ലാം നാം കൽപ്പിക്കുന്നത് ഒരേ വിലയാണ്. അതുകൊണ്ടാണല്ലോ സിനിമ കണ്ട് പലരും കരയുന്നത്. ഞാൻ കരയാറില്ല. അത് നിങ്ങൾക്ക് മനുഷ്യത്വം ഇല്ലാത്തതുകൊണ്ടായിരിക്കും, മനസ്സിലും നന്മയില്ലാത്തതുകൊണ്ടായിരിക്കും. ഓർഡർ. നിങ്ങളുടെ വാദപ്രതിവാദങ്ങൾക്കും തർക്കങ്ങൾക്കും കോടതി സമയം തരാം. ഞാനിപ്പോ ഈ പെൻഡ്രൈവ് ഒന്ന് പരിശോധിക്കട്ടെ. ഇതിനെക്കുറിച്ച് പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? വിവാഹം നടക്കാതിരിക്കാനുള്ള ഒരു അവസാന ശ്രമം എന്ന നിലയിലെ ഭീഷണി മുഴക്കി എന്നുള്ളത് സത്യമാണ് സാർ. പക്ഷേ കാർത്തികയെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയോ മറ്റു രീതിയിലുള്ള അക്രമങ്ങളോ അങ്ങനെ ഒന്നും അവിടെ നടന്നിട്ടില്ല സാർ. ഈ വീഡിയോ എന്നെ മനഃപൂർവ്വം ഈ കേസിൽപ്പെടുത്താൻ ആരും എടുത്തതാ. അത് മറ്റാരുമല്ല യുവർ ഓണർ, എന്റെ ജീവിതം തകർക്കാൻ നടക്കുന്ന ആയിരിക്കുന്ന മധുശ്രീയാ. അവള് തന്നെ ഈ വീഡിയോ എടുത്ത്. യുവർ ഓണർ, ഡിഫൻസ് കൗൺസിൽ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന വാക്കുകൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പ്രതി ചെയ്യുന്നത്. കുറ്റം മറ്റാരൊക്കെയോ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം. താൻ ചെയ്തു പോയ ഒരു തെറ്റ് കോടതിക്ക് മുന്നിൽ മറച്ചു പിടിക്കാൻ പ്രതി വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അതാണ് നിരപരാധികളായ മറ്റു പലരുടെയും പേരുകൾ ഈ കേസിലേക്ക് മനഃപൂർവ്വം കൊണ്ടുവരുന്നത്. ഐ ഒബ്ജെക്ഷൻ യുവർ ഓണർ. എൻ്റെ സുഹൃത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എൻ്റെ കക്ഷിയെ പ്രതിയാക്കുവാൻ വേണ്ടിയിട്ട് വല്ലാതെ കിണഞ്ഞ് പരിശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കാം. പരിശ്രമം നല്ലതാണ് മിസ്റ്റർ ആമിയർ, പക്ഷേ ഒരു നിരപരാധിയെ അപരാധിയാക്കാനാവരുത്. ആ വീഡിയോ മൂന്നാമതൊരാൾ മനഃപൂർവ്വം എടുത്തതാണെന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ മരണപ്പെട്ട കാർത്തികയെ എന്റെ കക്ഷി ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതിന്റെയോ കൊല്ലാനായി ഏൽപ്പിക്കുന്നതിന്റെയോ ദൃശ്യങ്ങൾ അതിൽ കാണുന്നില്ലല്ലോ. ഇതിൽ നിന്നും മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം എന്റെ കക്ഷിയെ പ്രതിപട്ടികയിൽ പെടുത്താനായിട്ട് ചിലർ കളിച്ച ആസൂത്രിതമായ കളിയായിരുന്നു ഈ വീഡിയോ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. പ്രതിയാക്കപ്പെട്ട വിഷ്ണു കൊല നടത്തിയിട്ടില്ലെന്ന് തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? യെസ് യുവർ ഓണർ. കല്യാണ ദിവസം കാർത്തിക അണിഞ്ഞിരുന്നു എന്ന് പറയുന്ന ബ്രേസ്ലെറ്റ് ആണത്. ഇത് കിട്ടിയത് PW 8ാം സാക്ഷി പട്ടികയിലുള്ള മധുശ്രീയുടെയും അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ACP ചന്ദ്രബോസിന്റെയും നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നാണ്. അല്പം മുമ്പ് പ്രോസിക്യൂഷൻ സാക്ഷി പട്ടികയിലുള്ള മധുശ്രീയുടെ പേര് എന്റെ കക്ഷി വീഡിയോ എടുത്ത വിഷയത്തിൽ വിളിച്ചു പറഞ്ഞപ്പോ പ്രോസിക്യൂഷൻ പറഞ്ഞത് നിരപരാധികളായ മറ്റുള്ളവരുടെ പേരുകൾ ഈ കേസിലേക്ക് വലിച്ചിഴയ്ക്കുന്നു എന്നാണ്. എനിക്ക് പ്രോസിക്യൂഷൻ സാക്ഷി പട്ടികയിലുള്ള മധുശ്രീയെ വിസ്തരിക്കാൻ അനുമതി നൽകണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. യെസ്, പ്രൊസീഡ്. PW 8 കുറുപ്പന്തറ വീട്ടിൽ ശിവൻകുട്ടി മകൾ മധുശ്രീ മധുശ്രീ മധുശ്രീ.
ദൈവം സാക്ഷിയായി ദൈവം സാക്ഷിയായി ഞാൻ ഈ കോടതിയിൽ ബോധിപ്പിക്കുന്നത് സത്യം മാത്രമായിരിക്കും. ഞാൻ ഈ കോടതിയിൽ ബോധിപ്പിക്കുന്നതെല്ലാം സത്യമായിരിക്കും. സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. സത്യം മാത്രമേ ബോധിപ്പിക്കൂ. മധുശ്രീ അല്ലേ? അതെ. പ്രതിക്കൂട്ടി നിൽക്കുന്ന ആളെ അറിയോ? അറിയും. എങ്ങനെ അറിയും? ഫാമിലിയുമായി അടുത്ത ബന്ധമുണ്ട്. റിലേറ്റീവാ. അത്രേ ഉള്ളൂ. ആ ഒരു ബന്ധം മാത്രമേ നിങ്ങൾ തമ്മിലുള്ളൂ? കോടതിക്ക് വേണ്ടത് ഉത്തരമാണ്, മൗനമല്ല. പറയൂ, ആ ഒരു ബന്ധം മാത്രമേ ഈ നിൽക്കുന്ന വിഷ്ണുവുമായിട്ട് നിങ്ങൾക്ക് ഉള്ളൂ എന്ന്. ഒബ്ജക്ഷൻ യുവർ ഓണർ. സാക്ഷി വിസ്താരം എന്ന പേരിൽ ഹാജരാകുന്ന സാക്ഷിയെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നത് ഉചിതമല്ല. ഡിഫൻസ് കൗൺസിൽ ചെയ്യുന്നതും ഇപ്പോൾ അത് തന്നെയാണ്. സത്യങ്ങൾ പുറത്തു വരാൻ പല വഴിയും പ്രയോഗിക്കണം മിസ്റ്റർ അമീർ. ഞാൻ നേരായ മാർഗത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാവും താങ്കൾക്ക് അത് മനസ്സിലാവാത്തത്. ബഹുമാനപ്പെട്ട കോടതിയുടെ അറിവിലേക്കായി ഞാൻ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. വിഷ്ണുവിനെ മധുശ്രീ ഇഷ്ടപ്പെട്ടിരുന്നതും വിവാഹം കഴിക്കാനിരുന്നതുമാണ്. വിഷ്ണുവിനെ ശാലിനി വിവാഹം കഴിച്ചതുകൊണ്ട് മാത്രമാണ് തന്റെ ഇഷ്ടം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഇപ്പോഴും അവിവാഹിതയായിട്ട് മധുശ്രീ തുടരുന്നത്. അതിന്റെ ഒരു ചുരുക്ക് വിഷ്ണുവിനോട് മധുശ്രീക്കുണ്ട്. ഈ കിട്ടാത്ത മുന്തിരിക്കൊരു പുളിപ്പുണ്ടാവുമെന്ന് പറയുന്ന പോലെ എനിക്ക് കിട്ടാത്ത ജീവിതം അവന് കിട്ടണ്ടെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെയാണ് മധുശ്രീ ആ വീഡിയോ എടുത്തത്, അല്ലേ? ഞാനല്ല ആ വീഡിയോ എടുത്തത്. യുവർ ഓണർ, ആ വീഡിയോ എടുത്തത് മധുശ്രീ തന്നെയാണ്. ACP ചന്ദ്രബോസിന്റെ മൊബൈലിലേക്ക് ആ വീഡിയോ ഷെയർ ചെയ്തതും ഈ മധുശ്രീ തന്നെയാണ്. പിന്നെ കാർത്തിക കല്യാണ ദിവസം അണിഞ്ഞിരുന്ന ബ്രേസ്ലെറ്റ്, അത് കിട്ടിയതും മധുശ്രീയും ACP ചന്ദ്രബോസും കൂടി ഷെയർ ഇട്ട് നടത്തുന്ന ബിസിനസ് സ്ഥാപനത്തിൽ നിന്നാണ്. അത് എന്തിന്റെ ഓഫീസാണെന്നും അങ്ങനെ ഒരു ഓഫീസ് എന്തിനാണെന്നും അവിടെയുള്ള ആളുകൾക്ക് പോലും അറിയില്ല, മൈ ലോർഡ്. ഇല്ല, അങ്ങനെ ഒരു ബ്രേസ്ലെറ്റ് അവിടെ നിന്ന് ആർക്കും കിട്ടിയിട്ടില്ല. പച്ച കള്ളമാണ് ഈ പറയുന്നത്. ശരി, സമ്മതിച്ചു. അങ്ങനെ ഒരു ഓഫീസ് ACP ചന്ദ്രബോസിനും മധുശ്രീക്കും ഉണ്ടെന്ന് സമ്മതിച്ചല്ലോ. സമ്മതിച്ചില്ലേ? അത് പിന്നെ സമ്മതിച്ചു. അത് ബഹുമാനപ്പെട്ട കോടതിയും കേട്ടതാണ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നോ യുവർ ഓണർ. PW7 പവിത്ര ഡയമണ്ട്സിന്റെ ഉടമ വിജയകുമാറിനെ വിസ്തരിക്കാൻ അനുവദിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. യു പ്രൊസീഡ്. PW7 പവിത്ര ഡയമണ്ട്സ് ജുവല്ലറി ഉടമ വിജയകുമാരൻ വിജയകുമാരൻ വിജയകുമാരൻ. ദൈവം സാക്ഷിയായി ദൈവം സാക്ഷിയായി ഞാൻ ഈ കോടതിയിൽ ബോധിപ്പിക്കുന്നതെന്തും സത്യമായിരിക്കും. ഞാൻ ഈ കോടതിയിൽ ബോധിപ്പിക്കുന്നതെല്ലാം സത്യമായിരിക്കും. സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. സത്യം മാത്രമേ ബോധിപ്പിക്കൂ. എന്താ പേര്? വിജയകുമാർ. എന്താ ജോലി? സ്വർണ്ണക്കട നടത്തുക. നിങ്ങൾ എത്ര വർഷമായി ബിസിനസ് തുടങ്ങിയിട്ട്? അച്ഛനായിട്ട് തുടങ്ങി വെച്ചതാ. ഞാനായിട്ട് അതൊന്നുകൂടി വിപുലമാക്കി. എന്നാലും ഒരു 10-30 വർഷത്തെ എക്സ്പീരിയൻസ് ഈ ബിസിനസ്സിലുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഈ ബ്രേസ്ലെറ്റ് നിങ്ങളുടെ കടയിൽ നിന്ന് എടുത്തതാണോ?
അതെ. കല്യാണത്തിന് 3 ദിവസം മുൻപ് വിഷ്ണുവിന്റെ അമ്മ സത്യഭാമ കടയിൽ വന്ന് നേരിട്ടെടുത്തതാ. കടയിൽ വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനെയും ഇങ്ങനെ കൃത്യമായിട്ട് ഓർത്തിരിക്കാറുണ്ടോ? അതില്ല. സത്യഭാമയെ എനിക്ക് നേരത്തെ അറിയാവുന്നതാ. അവരുടെ ഫാമിലി ഫ്രണ്ട് കൂടിയാ ഞാൻ. അവര് ഞങ്ങളുടെ സ്ഥാപനത്തിലെ സ്ഥിരം കസ്റ്റമറാ. അപ്പൊ പിന്നെ ഓർക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ വിജയകുമാർ, ഈ വിവരങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയെ അറിയിച്ചതിന് നന്ദി. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാവുന്നു യുവർ ഓണർ. കാർത്തിക എന്ന പെൺകുട്ടി മരണപ്പെട്ടിട്ടില്ല. കല്യാണ ദിവസം അവൾ അണിഞ്ഞിരുന്ന ബ്രേസ്ലെറ്റ് കണ്ടുകിട്ടിയത് മാത്രമല്ല, അത് കണ്ടെടുത്തത് വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്ത ACP ചന്ദ്രബോസിന്റെയും വിഷ്ണുവിനെ വീഡിയോയിലൂടെ കൊടുക്കാൻ ശ്രമിച്ച മധുശ്രീയുടെയും നിയന്ത്രണത്തിലുള്ള സ്ഥാപനത്തിൽ നിന്നുമാണെന്ന് പറയുമ്പോൾ ഈ കേസ് എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യം വന്ന് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കൊലക്കുറ്റം കെട്ടിച്ചമച്ചതാണെന്നും എന്റെ പ്രതിയുടെ മേൽ മനഃപൂർവ്വം കെട്ടിവെക്കപ്പെട്ടതുമാണെന്നും ഞാൻ അറിയിച്ചുകൊള്ളുന്നു. മൈ ലോർഡ്, ഞാൻ ഇപ്പോഴും പറയുന്നു, കാർത്തിക മരണപ്പെട്ടിട്ടില്ല. അതിന്റെ പേരിൽ പ്രതിയാക്കപ്പെട്ടു നിൽക്കുന്ന എന്റെ കക്ഷി വിഷ്ണു തീർത്തും നിരപരാധിയാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. അപ്പോ പിന്നെ നെട്ടൂർ പാലത്തിന് താഴെ കത്തിക്കരിഞ്ഞ പെൺകുട്ടിയുടെ ബോഡി ആരുടേതാണ്? അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം പോലീസിനാണ്. കാർത്തിക മരിച്ചു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ എന്തെങ്കിലും തെളിവുകളുണ്ടോ? യെസ് യുവർ ഓണർ. പ്രോസിക്യൂഷൻ പ്രതിപട്ടികയിലുള്ള തങ്കൻ, മാർട്ടിൻ, ചന്ദ്രൻ എന്നിവരെ വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിക്കണം. യെസ്, പ്രൊസീഡ്. PW8 ചന്ദ്രൻ, മാർട്ടിൻ, തങ്കൻ. ദൈവം സാക്ഷിയായി ഞാൻ ഈ കോടതിയിൽ ബോധിപ്പിക്കുന്നതെന്തും സത്യമായിരിക്കും. സത്യം മാത്രമേ ബോധിപ്പിക്കൂ. ആ നിൽക്കുന്ന ആളെ നിങ്ങൾക്കറിയാമോ? അറിയാം. എങ്ങനെ അറിയാം? കാർത്തികയെ പെട്രോൾ ഒഴിച്ച് കൊല്ലുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്ന അയാളാ. പച്ചക്കള്ളായി പറയുന്നേ. എനിക്ക് ഇവരെ അറിയൊന്നുമില്ല. ഞാൻ ഇപ്പോഴാണ് ഇവരെ ആദ്യമായിട്ട് കാണുന്ന പോലും. അങ്ങനെ പറയാനാണ് ഡിഫൻസ് കൗൺസിൽ നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നതെങ്കിലും യഥാർത്ഥ സത്യത്തിൽ നിന്നും നിങ്ങൾക്കൊരിക്കലും ഒളിച്ചോടാനാവില്ല. സത്യം സത്യമായി തന്നെ തെളിയേണ്ടതാണ്. അത് മൂടി വയ്ക്കാനുള്ളതല്ല. മറ നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. കാർത്തികയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുവാൻ നിങ്ങളെ ചുമതലപ്പെടുത്തുമ്പോൾ പ്രതിഫലമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തന്നിരുന്നോ? തന്നിരുന്നു. 50,000 രൂപ അഡ്വാൻസായി തന്നിരുന്നു. ബാക്കി 1,00,000 രൂപ കൃത്യം നടത്തിക്കഴിഞ്ഞ് തരാമെന്നാണ് പറഞ്ഞേ. അത് എങ്ങനെയാണ് നിങ്ങൾക്ക് തന്നത്? ഇയാൾ നേരിട്ട് വന്ന് ക്ഷേത്ര മതിൽക്കെട്ടിനടുത്ത് വെച്ചാണ് തന്നത്. മറ്റുള്ളവരാരും ശ്രദ്ധിക്കുന്നതിന് മുമ്പ് പൊയ്ക്കെന്ന് പറയുകയും ചെയ്തു. കൊള്ളം. സാർ, ഇവര് പറയുന്നത് പച്ചക്കള്ളമാണ്. കേട്ടില്ലേ യുവർ ഓണർ? സ്നേഹിച്ച് കൂടെ കൂട്ടിയ പെൺകുട്ടിയെ നിഷ്കരുണം കൊന്നു തള്ളാൻ പോലും മടിയില്ലാത്ത ഒരു കൊടും ക്രിമിനലാണ് അങ്ങയുടെ മുന്നിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. ഞാൻ അറിഞ്ഞിടത്തോളം സ്ത്രീ ഇയാൾക്കൊരു ബലഹീനതയാണ്. അവരെ സ്വന്തമാക്കി അവരിൽ നിന്നും കിട്ടാവുന്നതെല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരെ ഒഴിവാക്കാൻ എന്ത് കളിയും കളിക്കുന്ന തന്ത്രശാലിയായ ഒരു കുറുക്കൻ. മാത്രമല്ല, ഒരു ഗുണ്ടാപ്പണിയുടെ ചരിത്രം പിന്നിൽ കിടക്കുന്നതുകൊണ്ടാവാം ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ ഇയാൾക്കൊക്കെ സാധിക്കുന്നത്. എനിവേ, എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. ക്രൂരവും പൈശാചികവുമായ ഒരാസൂത്രിത കൊലപാതകം നടത്താൻ പ്രേരിപ്പിച്ച വിഷ്ണുവിന് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഏറ്റവും വലിയ ശിക്ഷ തന്നെ നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു.
ഡിഫൻസ് കൗൺസിലിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? യെസ് യുവർ ഓണർ. മാർട്ടിൻ, ചന്ദ്രൻ, തങ്കൻ. പേരൊന്നും മാറിപ്പോയിട്ടില്ലല്ലോ? ഇല്ല, അത് തന്നെ. ഇവർക്ക് അതിലും ഒരു സംശയമുണ്ടെന്ന് തോന്നുന്നു യുവർ ഓണർ. ഓക്കെ, അപ്പോ എന്റെ കക്ഷി വിഷ്ണു പറഞ്ഞിട്ടാണ് നിങ്ങൾ കാർത്തികയെ നെട്ടൂർ പാലത്തിന്റെ താഴെ കൊണ്ടുപോയി ജഡം കത്തിച്ച് ചാമ്പലാക്കിയത് അല്ലേ? അതെ. ജഡം കത്തിക്കരിഞ്ഞു എന്ന് ഉറപ്പാണോ? അതെ, ഉറപ്പാണ്. മുഴുവനും കത്തിക്കഴിഞ്ഞിട്ടാണ് സാറേ ഞങ്ങൾ അവിടുന്ന് പോകുന്നത്. അതിന് എന്റെ കക്ഷി നിങ്ങൾക്ക് 50,000 രൂപ പ്രതിഫലവും തന്നു. ബാക്കി 1,00,000 രൂപ തരാമെന്നും പറഞ്ഞു അല്ലേ? അതെ. ഇനി ഇയാൾ പറയട്ടെ. നിങ്ങൾ 3 പേരും ഒന്നിച്ചാണല്ലോ കൃത്യം ചെയ്തത്. അപ്പോ ഇയാൾക്കും പറയാലോ. അന്നേ ദിവസം കാർത്തിക ധരിച്ചിരുന്ന ഡ്രസ്സ് ഏതാണ്? ഡ്രസ് ഓർമ്മയില്ലെങ്കിൽ കളർ പറഞ്ഞാലും മതി. അതെ. അയാള് പറയട്ടെ. അയാളും ഇതിൽ പങ്കാളിയാണെന്നല്ലേ പറഞ്ഞത്. അപ്പോ അയാൾക്കും പറയാലോ. പറ. ഒബ്ജക്ഷൻ യുവർ ഓണർ. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് ഡിഫൻസ് കൗൺസിൽ മനഃപൂർവ്വം ഉത്തരങ്ങൾ കുഴപ്പിക്കുകയാണ്. ഒരു പെൺകുട്ടിയെ കൊല്ലാൻ കൊണ്ടുപോകുന്നവർ, പെട്രോൾ ഒഴിച്ച് കാറിലിട്ട് കത്തിച്ചവർ, അവളുടെ വസ്ത്രം ശ്രദ്ധിക്കില്ലേ? വസ്ത്രത്തിന്റെ കളറെങ്കിലും ശ്രദ്ധിക്കില്ലേ? പച്ചയാണോ? എടാ, റോസ് കളറാണെന്നാ തോന്നുന്നത്. കല്യാണ സാരിയാന്ന് പറഞ്ഞാലോ? പ്രതികളെന്ന് പറയുന്നവർക്ക് ഇപ്പോഴും സംശയമാണ് യുവർ ഓണർ. കാർത്തികയെ അന്നേ ദിവസം ഇവർ 3 പേരും കണ്ടിട്ട് പോലുമില്ല. പിന്നെ എങ്ങനെയാണ് പാലത്തിന്റെ അടിയിൽ കൊണ്ടുപോയി കത്തിച്ചു എന്നൊക്കെ പറയുന്നത്? മെനഞ്ഞെടുത്ത അതിശയോക്തി നിലനിൽക്കുന്ന കഥ. അങ്ങനെയുള്ള ഒരു കൃത്യം ഇവരെ പോലുള്ള 3 പേർക്ക് ചെയ്യാനാവില്ല മൈലോൺ. ഒരു കാര്യം കൂടി ചോദിച്ചുകൊണ്ട് ഞാൻ എന്റെ വിസ്താരം അവസാനിപ്പിക്കുകയാണ് യുവർ ഓണർ. എന്റെ കക്ഷി പണം തന്നു എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് എങ്ങനെയാണ് പണം തന്നത്? നേരിട്ടാണ് തന്നത്. എത്ര രൂപ തന്നു? 50,000 രൂപ. നിങ്ങൾക്ക് എന്താ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഒന്നും ഇല്ലേ? അല്ല, ഈ ഡിജിറ്റൽ യുഗത്തിൽ പണം സംബന്ധിച്ചുള്ള ഇടപാടുകളെല്ലാം ഓൺലൈൻ വഴിയാണല്ലോ നടക്കുന്നത്. അതല്ലേ കുറച്ചുകൂടി സേഫ്? ഇല്ല, ഞങ്ങൾക്ക് 3 പേർക്കും ഇല്ല. ആ ശരി, കഴിഞ്ഞു. ദാറ്റ്സ് ഓൾ മൈ ലോർഡ്. ഇതിൽ നിന്ന് തന്നെ ഇവർ ഈ പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യമാവുകയാണ്. ഇവരുടെ 3 പേരുടെയും ഓൺലൈൻ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും ഇതിൽ തങ്കൻ എന്ന് പറയുന്ന ആളുടെ അക്കൗണ്ടിലേക്ക് 50,000 രൂപ ക്രെഡിറ്റ് ആയിട്ടുമുണ്ട്. അത് സത്യവുമാണ്. പക്ഷേ അത് അയച്ചിരിക്കുന്നത് PW 8ാം സാക്ഷിയായിട്ടുള്ള മധുശ്രീയുടെ അക്കൗണ്ടിൽ നിന്നാണ്. ഇതിൽ നിന്നെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എന്റെ കക്ഷിയെ മനഃപൂർവ്വം കുടുക്കുവാൻ നിയമത്തിന്റെയും അധികാരത്തിന്റെയും പവറുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈയും മധുശ്രീ എന്ന സ്ത്രീയുടെ വൈരാഗ്യ ബുദ്ധിയും കൂടെ പകയും ഉണ്ടെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ കൊലപാതകം നടക്കുന്ന സമയത്ത് എന്റെ കക്ഷി വിഷ്ണു കല്യാണ മണ്ഡപത്തിലായിരുന്നു എന്ന് തെളിയിക്കാൻ മണ്ഡപത്തിലെ CCTV ദൃശ്യങ്ങൾ ഹാജരാക്കാവുന്നതാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഈ പറഞ്ഞതെല്ലാം കെട്ടുകഥയാണെങ്കിൽ നെട്ടൂർ പാലത്തിന് താഴെ കണ്ട കത്തിക്കരിഞ്ഞ ബോഡി ആരുടേതാണെന്ന് പ്രതിഭാഗം വക്കീൽ പറഞ്ഞു തരേണ്ടി വരും. അത് കാർത്തികയുടേതല്ലെന്നും കാർത്തിക ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കാനും എനിക്ക് ബഹുമാനപ്പെട്ട കോടതി 15 ദിവസത്തെ സാവകാശം തരണമെന്നും ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്.
ഈ കേസിന്റെ ഹിയറിംഗ് അടുത്ത 15 ദിവസത്തിന് ശേഷമുള്ള ഒരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. തീയതി പിന്നീട് അറിയിക്കുന്നതാണ്.